അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് മക്കൾക്ക് അൽഹംദുലില്ലാഹ് സുഖമാണ്. പിന്നെ ഞാൻ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് വെച്ചിട്ടുണ്ട്. 5:30 ഒരു വീഡിയോ വരും. അത് എന്താണ് എന്ന് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയാൻ ഒരാഗ്രഹമുണ്ട്. അത് മക്കളെ യത്തീംഖാനയിലാക്കല്ലേ എന്നൊക്കെ ഒരു ഇത് വന്നിട്ടുണ്ട്. മക്കളില്ലാതെ എങ്ങനെ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കും എന്നൊക്കെ. പിന്നെ മക്കൾ എന്ന് വെച്ചാൽ അറിയാമല്ലോ, മസ്റൂറ മോള്, മുത്തുമോന്, മിച്ചുമോന്. അപ്പോൾ ഈ 3 മക്കളെ ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇത്രയും നാളും വളർത്തി. അൽഹംദുലില്ലാഹ് അള്ളാഹിൻ്റെ കാരുണ്യം കൊണ്ട് ഇവിടം വരെ എത്തി. ഒരുപാട് കരങ്ങൾ സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ വഴി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്കൊരു പ്രശ്നവുമില്ല. ഞാൻ കുടിക്കുമെങ്കിൽ മക്കൾക്ക് കൊടുക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴേ കുറേ പേര് എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നു, നിനക്കെന്താണ് യത്തീംഖാനയിലാക്കിയാൽ നിൻ്റെ മക്കൾ ഇൻ്റർനാഷണൽ സ്കൂളിലെ പഠിക്കോളാ എന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 3 വർഷമായി ഷെറിൻ ഇൻ്റർനാഷണൽ സ്കൂൾ എന്നാണ് നമ്മുടെ സ്കൂളിൻ്റെ പേര്. അത് ഒരുപാട് കുട്ടികളുള്ള സ്കൂളല്ല, എന്നാലും അത്യാവശ്യം മക്കളുള്ള സ്കൂളാണ്. അപ്പോഴെൻ്റെ മോള് ഗവൺമെൻറ് കിഴക്കനേലയിൽ പഠിച്ച മോള് ഇങ്ങോട്ട് മുത്തുമോനിക്ക് ചെറിയ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് ആക്കി. നമ്മുടെ വിഷയത്തിലോട്ട് വരാം. അപ്പം നിൻ്റെ മക്കൾ യത്തീമാണോ യത്തീമല്ലേ? കുറേ പേര് പറയും അത് യത്തീമാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ജനിക്കുമ്പം ആരും യത്തീമായിട്ട് മക്കളെ വളർത്തുന്നില്ല. ഒരു സമയത്ത് സംരക്ഷിക്കാൻ കൈകളില്ലെങ്കിൽ ആ മക്കൾ യത്തീം മക്കൾ തന്നെയാണ്. അപ്പോഴ് എൻ്റെ മുത്തുമോനും മിച്ചുമോനും മസ്റൂറ മോളും വാപ്പാന്ന് വിളിക്കാൻ ഒരാൾ അള്ളാഹു അവർക്ക് കൊടുത്തില്ല. അതിന് പകരം ഉമ്മായെ കൊടുത്ത്. അതിലവർ അൽഹംദുലില്ലാ. കാരണം എപ്പോഴും മസ്റൂറ മോള് പറയും, ഇങ്ങനെ ഒരു ഉമ്മച്ചി നമുക്ക് കിട്ടിയതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന്. ചില സമയങ്ങളിൽ ഞാൻ ഒറ്റപ്പെട്ട സമയങ്ങളിൽ ഈ മക്കളുള്ളത് കൊണ്ടാണ് ജീവിച്ചു പോയത്. ഒരുപാട് സമയത്ത് പതറിപ്പോയ സമയങ്ങളുണ്ട്. ആരുമില്ലാത്തൊരവസ്ഥ വന്ന സമയങ്ങളുണ്ട്. നിങ്ങൾ കേൾക്കണം, ഒരു പെണ്ണ് തുഴഞ്ഞാൽ എങ്ങനെയാ, അതേപോലെ ഒരുപാട് കുത്തുവാക്കുകൾ ഇവിടം വരെ എത്തി. നമ്മുടെ അടുത്തുള്ള യത്തീംഖാനകളിലും ഒക്കെ മക്കൾ പഠിക്കുന്നത് എല്ലാം വാപ്പയും ഉമ്മയും മരണപ്പെട്ടതല്ല. ചില സാഹചര്യങ്ങളിൽ ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ടു പോയി. ഉമ്മാൻ്റെ കൈകളിൽ ചിലപ്പോൾ അർഹതയില്ല, നോക്കാൻ അർഹതയില്ല. ഞാൻ പഠിച്ചത് ചിങ്ങേരി സ്കൂളിലാണ്. നമുക്ക് മുക്കുന്നം മന്നാനിയ ബനാത്ത് യത്തീംഖാന എന്ന് പറയുന്നൊരു യത്തീംഖാന ഉണ്ട്. അവിടുത്തെ മക്കൾ മങ്കാട് സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ ചിങ്ങേരി സ്കൂളിലാണ് പഠിക്കുന്നത് 8 തൊട്ട്. ചില കുട്ടികളൊക്കെ വരുന്ന അവസ്ഥ കണ്ടാൽ കണ്ണ് നിറഞ്ഞു പോകും. കാരണം നമ്മളെപ്പോഴും മക്കളെ വളർത്തുമ്പം ഉമ്മാൻ്റെ വാപ്പാൻ്റെ സംരക്ഷണയിൽ വളർത്തണം. പിന്നെ മക്കൾക്ക് സ്വയം ഇഷ്ടപ്രകാരം എനിക്ക് അൽമ പഠിക്കണം എന്ന് ഒരു കുട്ടി ഒരു തള്ളേരെടുത്തോ തന്തേരെടുത്തോ പറഞ്ഞാൽ നിങ്ങൾ കൊണ്ടാക്കിക്കോ, അതിനൊരു വിഷയമില്ല. നിർബന്ധിച്ച് അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്തു പോയി, അവളൊരു തെറ്റ് ചെയ്തു പോയി, അവളെ ഇനി ഇവിടെ നിർത്തിയാൽ പറ്റൂല, യത്തീംഖാനയെ കൊണ്ടുവന്നാക്കാം, അങ്ങനെയല്ല. അപ്പോൾ ആ കുട്ടിക്ക് കുറേ കൂടെ വഷളാവേ ഉള്ളൂ. നിങ്ങൾ കൊണ്ടുവന്നാക്കേണ്ടിയുള്ള എന്താണെന്നറിയാമോ? സ്നേഹവും കരുതലും. ഒരു ഉമ്മ ഒരു വാപ്പ മക്കളെ എങ്ങനെയാണ്, നീ പഠിക്കുന്നുണ്ടോ, നീ എന്താണ്, നീ എത്രത്തോളം പഠിക്കുന്നു എന്നൊരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും സ്കൂളിൽ തിരക്കുക. അല്ലെങ്കിൽ കൂട്ടുകാരികളുടെ അടുത്തല്ല തിരക്കേണ്ടിയുള്ളത്, ടീച്ചേഴ്സിൻ്റെ അടുത്ത്. അപ്പോഴും പറയും ഈ കുട്ടികൾ വിചാരിക്കാം, എൻ്റെ ഉമ്മ എൻ്റെ കൂട്ടുകാരിയുടെ അടുത്ത് വന്ന് ചോദിച്ചു. അപ്പോൾ അവരെ മനസ്സിൽ ഒരു ബ്ലാക്ക് മാർക്ക് അവിടെ വീഴുകയാണ്. നമ്മുടെയൊക്കെ കൂടെ പഠിച്ച ഒരുപാട് കുട്ടികൾക്ക് ഇതേ അവസ്ഥകളുണ്ട്. അപ്പം തള്ളയും തന്തേരുടെ വൈരാഗ്യമോ അങ്ങനെയല്ല. ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുക, അല്ലെങ്കിൽ മക്കളുടെ അടുത്ത് ചോദിക്കുക, മോളെ നിനക്ക് എന്താണ് ഇത്, അല്ലെങ്കിൽ നിൻ്റെ ഇഷ്ടം എന്താണ്, നിനക്ക് എന്താണ് സങ്കടം, അല്ലെങ്കിൽ മോളെ എന്താ നിനക്ക് മാർക്ക്, അല്ലെങ്കിൽ കൂട്ടുകാരെ മുമ്പ് വെച്ച് കണ്ട അവളെ മാർക്ക് കണ്ട ഇവളത് കണ്ട, അങ്ങനെയല്ല നിങ്ങൾ ചോദിക്കേണ്ടിയുള്ളത്. ഒരു രക്ഷകർത്താവ് ആവുമ്പോഴത്തേക്ക് ഞാൻ ചോദിക്കും, എൻ്റെ മസ്റൂ മോൾക്ക് ഒരു മാർക്ക് കിട്ടിയാലും മോളെ അതിന് 1/2 മാർക്ക് പോയെന്താ, അത് ഉമ്മച്ചി എഴുതിയപ്പോൾ മാറിപ്പോയി, പോട്ടെ. ആദ്യമൊക്കെ ഞാൻ അടിക്കുമായിരുന്നു. കാരണം വളർന്ന് വരേണ്ടിയുള്ള കുട്ടികളാണ്. ഉമ്മാൻ്റെ ഉപ്പാൻ്റെ കാലത്തിൽ കൂടെ നിൽക്കുന്നതാണ് പെൺകുട്ടികൾക്കൊരു സുഖം. അതുകൊണ്ട് യത്തീമാണ് അല്ലേ, അങ്ങനെയാണ്. ഞാൻ ഒരു വീടിന് വേണ്ടി നിങ്ങളെ മുമ്പ് കൈനീട്ടി അൽഹംദുലില്ലാഹ് ഒരു വീടായി. അതിൽ ഞാൻ റബ്ബിനെ സ്തുതിക്കുന്നുണ്ട്. മക്കളാ ഇപ്പോൾ തന്നെ ഞാൻ മസ്റൂറ മോളെ സ്വന്തമായിട്ട് കുളിമോളെ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒന്ന് കാര്യം ചെയ്യുമോളെ എന്ന് പറഞ്ഞാൽ 9 വയസ്സായ മോളാണ്. അവളെ പുറത്ത് അഴുക്ക് അതുപോലെ ഇരിക്കും. കാരണം അവർക്ക് കുഞ്ഞു മക്കളാണ്. അല്ലെങ്കിൽ ഞാൻ ഈ ആയുസിൻ്റെ പകുതിക്കാലം ജീവിച്ച് 30 വയസ്സ് കഴിഞ്ഞു. അപ്പോഴേ എനിക്ക് ഈ 30-40 വയസ്സിനിടയ്ക്ക് ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം കരുതൽ ഒക്കെ മക്കൾക്ക് കൊടുക്കേണ്ടിയുള്ള സമയമാണ്. അത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ രോഗത്തിൻ്റെ ഘട്ടങ്ങളായി. അപ്പോഴും ചിലപ്പോൾ നമ്മുടെ വയ്യായ്മ ഉണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മക്കളെ സ്നേഹിക്കുക, സന്തോഷിക്കുക,
ഞാൻ എൻ്റെ മക്കൾ ഇങ്ങോട്ട് പറയാതെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്ന് ഒരു യത്തീങ്ങാനയിലും എൻ്റെ നിർബന്ധ പ്രകാരം ഞാൻ ആക്കില്ല. മക്കൾക്ക് എന്താണോ ഇഷ്ടം. പക്ഷെ ഒരു കാര്യമുണ്ട്, ദീനിയായ അറിവും കൊടുക്കും, മദ്രസ പഠനവും കൊടുക്കും. അങ്ങനെയാണ്. അല്ലാതെ യത്തീങ്ങാനയെ കൊണ്ടുവന്ന് ആക്കുകയോ, നിങ്ങൾ എല്ലാവരും പറയുന്നതിൽ 95 വാക്ക് ഞാൻ കേൾക്കുന്നതാണ്. പക്ഷേ എനിക്കുണ്ടൊരു മനസ്സ്, അവർക്ക് വാപ്പാര സ്നേഹം കൊടുക്കാൻ ആരുമില്ല. ആ സ്ഥാനത്ത് ഉമ്മയുണ്ട് ഇവിടെ, ഞാൻ കൊടുക്കും. അല്ലാതെ എൻ്റെ മക്കൾ അവിടെ യത്തീങ്ങാനെ കൊണ്ടുവന്നാക്കിയിട്ട് ഞാനിവിടെ എന്തർത്ഥത്തിൽ സമാധാനത്തിരിക്കും? എൻ്റെ മുത്തുമോൻ ഇങ്ങനെ. പക്ഷേ എൻ്റെ കണ്ണെത്തുന്നിടത്ത് അവർക്ക് ഇൽമ പഠിക്കാൻ പറ്റും എങ്കിൽ ഞാൻ കൊണ്ടുവന്നാക്കും. അല്ലാത്ത പക്ഷത്തോളം ദീനിയായ കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യും. ബാക്കി കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അൽഹംദുലില്ലാഹ് ശേഷിയുമുണ്ട്. അതുമാത്രമല്ല, നമുക്ക് എന്തെങ്കിലും അറിയാത്ത കാര്യങ്ങൾ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരേ ഉസ്താക്കന്മാരെ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കഴിവതും മൊബൈലൊക്കെ ഉപയോഗിച്ച് തള്ളമാർ ടി വി കണ്ടിരിക്കുമ്പോഴും മക്കൾക്ക് എന്താണ് എന്ന്, മക്കളുടെ ആവശ്യം എന്താണ്, മൊബൈൽ ആണ് അല്ലെങ്കിൽ അവരെ വാശിക്ക് പുറത്തൊരു മൊബൈൽ മേടിച്ചു കൊടുക്കാം. 10ാം ക്ലാസ് മാർക്ക് കഴിയുമ്പം മൊബൈൽ മേടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം എന്ന് പറയണവരടുത്ത് ഒരൊറ്റ കാര്യം പറയാനുണ്ട്. ഞാനൊരു വാഗ്ദാനവും കൊടുക്കില്ല, മോളെ ഇന്ന ഭക്ഷണം മേടിച്ചു തരാം, അല്ലെങ്കിൽ ഉമ്മ എനിക്കൊരു പാവയെ മേടിച്ചു തരുമോ ഉമ്മ, മേടിച്ചു തരാം മോളെ, ശമ്പളം കിട്ടട്ടെ, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അല്ലാതെ മൊബൈലോ വണ്ടി വാഗ്ദാനം ഇതൊന്നും കൊടുത്തിട്ട് മക്കളെ കൂടുതൽ വഷളാക്കാതിരിക്കുക. ഈ അടുത്ത സമയത്ത് തന്നെ ഉമ്മാനെ ഒരു വെട്ടിക്കൊന്ന ഒരു മരണപ്പെട്ട ഒരു മോൻ്റെ കാര്യം നമ്മളെല്ലാം കണ്ടതാണ്. അല്ലെങ്കിൽ അത് നമ്മുടെ മുമ്പേക്ക് ഒരു പാഠമാണ്. എല്ലാവരും ഓർക്കുക, മൊബൈലും ഇൻസ്റ്റഗ്രാമും ഒക്കെ ഉപയോഗിക്കുക നല്ലതാണ്, പക്ഷേ അതിൻ്റെ ദോഷവശങ്ങളുണ്ട്. അതുകൊണ്ട് മക്കൾ ഞാൻ എൻ്റെ ശരീരത്ത് റൂഹുള്ളിടത്തോളം കാലം എൻ്റെ കൂടെ നിർത്തി വളർത്തും. പിന്നെ അവർക്ക് എൽമ പഠിപ്പിക്കണമെങ്കിൽ ഞാൻ കൊണ്ടുപോയി വളർത്തും. അല്ലാതെ നിൻ്റെ മക്കളെ കൊണ്ടുവന്ന് നീ യത്തീങ്ങാനയിലാക്കിയിട്ട് നിനക്കൊരു പണിക്ക് പൊക്കൂടേടി എന്നൊരു കമൻറ്റ് ഞാൻ കണ്ട്. പണിക്ക് പൊക്കൂടേടി എന്ന് ചോദിക്കുന്നപ്പോഴേ അറിയാം നിങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന്. ആ കമൻറ്റ് ഞാൻ ഹൈഡ് ചെയ്തു, കാരണം എനിക്ക് വിഷമം ഉണ്ടാക്കി. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു, മക്കൾ സുരക്ഷിതമായി വളരട്ടെ. സ്നേഹം കൊടുക്കാൻ എനിക്ക് ഉണ്ട്, പിന്നെ എൻ്റെ വാപ്പയുണ്ട്, ഉമ്മ ഉണ്ട്. നമ്മൾ പാവങ്ങളാണെങ്കിലും മക്കളെ ഒരു തരത്തിലും ദ്രോഹിച്ചല്ല വളർത്തുന്നത്. പിന്നെ നമ്മളെ കൂടെ നമ്മൾ ഈ ദുനിയാവിൽ വന്നപ്പോൾ ആരുമില്ലായിരുന്നു. ഉമ്മാൻ്റെ മുഖം കണ്ടിട്ടാണ് നമ്മൾ വളർന്നത്. അപ്പോൾ എൻ്റെ മക്കളും എൻ്റെ മുഖം കണ്ടിട്ടാണ് വളർന്നത്. അതുകൊണ്ടാണ് ആ മസ്റൂറവരെ മുഖം നിങ്ങളെല്ലാവരും നോക്കുമ്പോൾ, വീഡിയോയിൽ നോക്കുമ്പോൾ ഒരു സങ്കടം പോലെ തോന്നുന്നില്ലേ? അതെൻ്റെ കണ്ണീര് കണ്ട് വളർന്ന മകളാണ്. അപ്പം ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, അള്ളാഹുവിൻ്റെ വിധി എന്തോ പോലെ വരട്ടെ ഇൻഷാ അള്ളാഹ്. അള്ളാഹു വിധിക്കും പോലെ ഇൻഷാ അള്ളാഹ് വരട്ടെ. അല്ലാത്ത പക്ഷത്തോളം ആരെയും വാക്ക് കേട്ടിട്ട് യത്തീങ്ങനെ കൊണ്ടുവന്നാക്കാനും വേറെ എവിടെയെങ്കിലും കൊണ്ടുവന്നാക്കാനും ഞാൻ ഉയരെരിഞ്ഞ് മരിച്ചു പോകും. അതുകൊണ്ട് മക്കൾ എൻ്റെ കയ്യിൽ അൽഹംദുലില്ലാഹ് റാഹത്താണ്, സുരക്ഷിതമാണ്. അതുകൊണ്ട് ഈ ചോദ്യം ഇൻ്റർനാഷണൽ സ്കൂളിൽ പഠിക്കുന്ന റീച്ചിന് വേണ്ടി എന്നൊക്കെ പല രീതിയിലും വരുന്നു. അതുകൊണ്ട് ഇനി മക്കളെ ചൊല്ലിയിട്ട് ആരും അതായത് നല്ല സബ്സ്ക്രൈബേഴ്സ് സ്നേഹിക്കുന്നുണ്ട്, മക്കളെ നമുക്ക് ഒന്നിലും വലിച്ചിടണ്ട. നിങ്ങൾക്ക് പറയണ്ടെങ്കിൽ ധൈര്യമായിട്ട് എൻ്റെ അടുത്ത് പറയാം, നിനക്ക് അങ്ങനെയാണ്. അതുകൊണ്ട് അവരൊരു തെറ്റും ഈ ഭൂമിയിൽ ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ പല സാഹചര്യങ്ങൾ വരും. അപ്പോഴ് ചിലപ്പോൾ ശൈത്താൻ വരും. അതുപോലെ പറ്റിപ്പോയി. അള്ളാഹു കാക്കട്ടെ എല്ലാവരെയും. എല്ലാ മക്കൾക്കും ഉപ്പയും ഉമ്മയും ഉണ്ടാവണം എന്ന് നമുക്ക് വാശി പിടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ സ്കൂളിൽ തന്നെ പല സ്കൂളിലെടുക്കുമ്പോഴും ചെറിയ കുട്ടികൾ വൃത്തിയില്ലാതെ വരുന്ന കുട്ടികൾ കാണും. അപ്പോൾ ചോദിക്കുമ്പോൾ അതേ എനിക്ക് അച്ഛനില്ല, അല്ല അമ്മയില്ല, അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് കടയിൽ പോകണം, എൻ്റെ മക്കളെ എന്നെ ഒരുക്കി വിടാൻ അമ്മയ്ക്ക് പറ്റണില്ല, അമ്മുമ്മയാണ് ഒരുക്കി വിടുന്നത്, അല്ലെങ്കിൽ എൻ്റെ വാപ്പുമ്മയാണ് എന്നെ ഒരുക്കി വിടുന്നത്. അങ്ങനെ പറഞ്ഞ് വരുന്ന മക്കൾ എത്ര പേര് എൻ്റെ കണ്ണു മുമ്പിലൊക്കെ ഉണ്ടായിരുന്നെന്നറിയാമോ? അപ്പോഴൊരു കാര്യമുണ്ട്, നമ്മളെ സ്കൂളിൽ തന്നെ പഠിക്കുമ്പോൾ അപ്പോൾ ടീച്ചർ ചോദിക്കുക, എന്ത് മോനെ ഇങ്ങനെ കോലത്തിൽ വരുന്നത്, കുളിക്ക് പോലുമില്ല, അപ്പോൾ ചെരുപ്പ് നഖം അധികം വെട്ടില്ല. അപ്പോഴൊക്കെ ടീച്ചർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം. എപ്പോഴും ഞാനൊരു കാര്യം പറയട്ടെ, ഒരു മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ അതിനെ കൂടുതൽ അയൽവാസികളുടെ അടുത്ത് വഷളാക്കി പറയല്ല. സ്വന്തം വീട്ടിലെ കാര്യം സ്വന്തം വീട്ടിൽ തന്നെ അങ്ങ് ഒതുങ്ങുക, അല്ലെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞ് അവനെ കൊച്ചാക്കുക. അപ്പോഴെങ്കിലും അവൻ മര്യാദ പഠിക്കുമല്ലോ, അല്ലെങ്കിൽ അവൾ മര്യാദ പഠിക്കുമല്ലോ. അതൊക്കെ അവരെ പഠനത്തെ ബാധിക്കും. ഇന്ന് ദുന്യവിയും ആഖിറത്തിലെ ജീവിതം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ സാധനത്തിലെ വിലയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു മക്കളും യത്തീമായിട്ട് വളരുന്നില്ല, സാഹചര്യം റബ്ബിൻ്റെ വിധി, അങ്ങനെ മാത്രം വിശ്വസിച്ചാൽ മതി. പിന്നെ മക്കളെ മനസ്സിലൊരു മുറിവ് തട്ടാതെ നോക്കുക. കാരണം മക്കളെപ്പോഴും എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്ന്
തള്ളയും തന്തയും കൂടുതൽ കെയർ ചെയ്യുക, അല്ലെങ്കിൽ വാപ്പയില്ലാത്ത മക്കളാണ് എന്നൊരാൾ അവരെ കളിയാക്കിയാൽ അവരെ ചേർത്ത് പിടിക്കാൻ ഒരു ധൈര്യത്തിനൊരു ഉമ്മ ഉണ്ടാവുക, അതാണ് ഏറ്റവും വലിയ പോസിറ്റീവ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ മക്കൾ ഉമ്മയും വാപ്പയും ഞാനാണ്. അള്ളാഹു നാളത്തെ വിധി എന്താണെന്ന് നമുക്കറിയില്ല. ഇൻഷാ അള്ളാഹ് എൻ്റെ മനസ്സിൽ ഇതുവരെ ഒരാഗ്രഹം തോന്നിയിട്ടില്ല. തോന്നിയാലും എൻ്റെ മസ്റൂറ മോൾക്ക് വേണ്ടി എല്ലാം ക്ഷമിച്ച് സഹിച്ച് ഞാൻ മറക്കും. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ മക്കളെ. അസ്സലാമു അലൈക്കും. ദുആ ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മക്കളെ 3 പേര് നിങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി. നല്ല സബ്സ്ക്രൈബേഴ്സും എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തും ഞാൻ ഒന്നും കൂടെ പറയണം, നമുക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇൻഷാ അള്ളാഹ് നിങ്ങൾക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യും. അസ്സലാമു അലൈക്കും.